ഉറ്റ ബന്ധുക്കളെയും സ്നേഹിച്ച പ്രണയിനെയും കൊലപ്പെടുത്തിയ സീരിയൽ സൈക്കോ കില്ലർ അഫാൻ. ഒറ്റ വിശേഷണമേ അയാൾക്ക് ചേരുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അയാളുടെ ലെവലേശം കുറ്റബോധമില്ലാതെ അയാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നടത്തി വന്ന കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ. 6 പേരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചതിൽ 5 പേര് ഉറ്റ ബന്ധുക്കളെയും പ്രണനെയും കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന സീരിയൽ സൈക്കോ കില്ലർ. അയാൾ തികച്ചും അയാളുടെ മാനസിക നില എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു മാനസിക നില തന്നെയാണ്. കാരണം അയാളുടെ കൊലപ്പെടുത്തിയവരുടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടുകയും ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ലത്തീഫ്, ഷാഹിദ എന്ന് പറഞ്ഞാൽ മൂത്താപ്പയുടെ ഭാര്യ, വാപ്പാടെ ഉമ്മ, സ്വന്തം സഹോദരൻ, സ്നേഹിച്ച പ്രണയിനി, അതുപോലെ തന്നെ വല്യുമ്മ, ഇവരെയൊക്കെ കൊലപ്പെടുത്തിയിരിക്കുന്ന രീതി ഏകദേശം എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. അയാൾ ആദ്യം കൊലപ്പെടുത്താൻ വേണ്ടി പോയ നഫീസുമ്മയുടെ വീട്ടിലേക്ക് പോയി നഫീസുമ്മ എന്ന് പറയുന്ന പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ പോയ പ്രതി, അവിടെ ആ നഫീസുമ്മ കൊലപ്പെട്ട് കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അയാൾ ആദ്യം കൊലപ്പെടുത്തിയിരിക്കുന്ന നഫീസുമ്മയുടെ തലയ്ക്ക് ശിരസിനേറ്റ അടി മൂലം രക്തം വാർന്നൊഴിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ അഫാന് വേണ്ടി ചായ എടുക്കാൻ എന്തോ പോയ സമയത്താണ് എന്ന് തോന്നുന്നു. കാരണം മരണപ്പെട്ട് കിടക്കുന്ന നഫീസുമ്മയുടെ തൊട്ടരികിൽ തന്നെ ചായ എടുക്കുന്ന സ്റ്റീലിന്റെ ഒരു കപ്പും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്ന ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ശിരസിലേക്ക് ശക്തമായിട്ടുള്ള പ്രഹരമേറ്റാണ് ആ ക്രൂരമായിട്ടുള്ള ആദ്യത്തെ കൊലപാതകം അഫാൻ നടത്തിയത്. അതിനുശേഷം അവരുടെ ആ മൃതദേഹം കിടപ്പ് കണ്ടാൽ, അല്ലെങ്കിൽ ആ മരണപ്പെട്ട് കിടക്കുന്നവരുടെ ശരീരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം വന്നിരിക്കുന്ന മൂത്താപ്പാടെ വീട്ടിലേക്ക് ലത്തീഫിന്റെ മൃതദേഹം അല്ലെങ്കിൽ ബോഡി കിടക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നു. ആ സെറ്റ് ചെയ്തിരുന്നതിന് ശേഷം അദ്ദേഹത്തിനും ഈ തലയ്ക്ക് അടിയേറ്റിരിക്കുന്നത് വലതുഭാഗത്ത് ആണ്, ശിരസിനാണ് ഏറ്റിരിക്കുന്നത്. ആ തലയ്ക്ക് അടിയേറ്റിരിക്കുന്ന ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ മരണപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ബോഡി കിടക്കുന്ന ഒരു ദൃശ്യമാണ് അത്. ലത്തീഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ബോഡി, ലത്തീഫിന്റെ ബോഡി കിടക്കുന്നത് അങ്ങനെയാണ്. ആ ശരീരത്ത് ഒരു കൈമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് അദ്ദേഹം ആ സെറ്റ് ചെയ്തിരിക്കും. അദ്ദേഹത്തിന്റെ തൊട്ടരികിൽ തന്നെ നമ്മുടെ തോർത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹം തോർത്ത് എന്തോ ശരീരത്ത് ഇട്ടിരിക്കുന്നു. അത് അടിയുടെ ആഘാതത്തിൽ കൊലപ്പെടുത്തുന്നതിന് തോർത്ത് തിരിച്ചു പോയതായിരിക്കാം അവിടെ കിടക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഈ പറയുന്ന ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ കിടക്കുന്നത് വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള വാതിലിന്റെ സൈഡിലാണ്. അവിടെയും ഇതേ സമാനമായ രീതിയിലാണ് അഫാൻ എന്ന് പറയുന്ന സീരിയൽ സൈക്കോ കില്ലർ അവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ബോഡിയിലും തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായിട്ടുള്ള ഒരു ഹാമർ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ചിറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള അടിയിലേറ്റാണ് അവരും അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് വരുന്നത് അഫാൻ വരുന്നത് സ്വന്തം വീട്ടിലേക്ക് എത്തിയായി കഴിഞ്ഞാൽ അവിടെ സ്വന്തം സഹോദരൻ അസ്ഫാനെ കൊലപ്പെടുത്തിയിരിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. ഏകദേശം അസ്ഫാൻ കിടക്കുന്നത് വീടിന്റെ ഹാളിലാണ് എന്നുള്ള രീതിയിലാണ് ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അസ്ഫാൻ കിടക്കുന്നതും വീടിന്റെ ആ ഒരു വലതുവശത്ത് തലയിലേറ്റ വലതുവശത്ത് ശക്തമായിട്ടുള്ള അടി കൊണ്ടാണ് ആ ചോര തളം കെട്ടി കിടക്കുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള കിടക്കുന്ന ശക്തമായിട്ടുള്ള ഒരു അടിയേറ്റ് പ്രഹരമേറ്റ് തന്നെയാണ് ക്രൂരമായിട്ടാണ് സ്വന്തം സഹോദരനെയും ഈ സൈക്കോ കില്ലർ അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ നിലയിൽ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഫൈബർ കസേരയിൽ ഇരിക്കുന്ന രീതിയിലാണ് തൻ്റെ പ്രണയിനിയെ, ഫർസാനയെ ഈ സീരിയൽ സൈക്കോ കില്ലർ അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫർസാന കൊല്ലപ്പെട്ട് ആ ഇരിക്കുന്ന ചെയറിൽ എങ്ങനെയാണോ ആ ഒരു ഫൈബർ കസേരയിൽ സാധാരണ ഒരു വ്യക്തി ഇരിക്കുന്നത്, ആ രീതിയിൽ തന്നെ ഒരു ഉറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന തരത്തിലുള്ള ഒരു കസേരയിൽ നിന്ന് ഉറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ അതിക്രൂരമായിട്ടുള്ള ആ ചുറ്റുക തന്നെ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രതി ഫർസാനെയും കൊല്ലപ്പെടുത്തിയിരിക്കുന്നത്. ഫർസാനയുടെ വലതുഭാഗത്തെ ആ ഒരു ശക്തമായിട്ടുള്ള അടിയേറ്റുകൊണ്ട് ഫർസാനെ നമ്മുടെ വീഡിയോ ദൃശ്യം അല്ലെങ്കിൽ CCTV-യിൽ നടന്നു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ വന്നിരിക്കുന്ന അതേ ഡ്രസ്സിൽ തന്നെ, അതേ ആ ഷാൾ എങ്ങനെയാണോ നമ്മൾ ആ CCTV-യിൽ ആ പെൺകുട്ടി CCTV-യിലൂടെ നമ്മൾ നടന്നു വരുന്നത്, എങ്ങനെ നമ്മൾ ആ CCTV-യിലൂടെ കണ്ടത്, അതുപോലെ തന്നെയാണ് ആ ഷാളും കഴുത്തിലിട്ട് തൊട്ടടുത്തായിട്ട് ആ ചൂടി വന്ന കൊടയും ഈ ബോഡിയുടെ, ഫർസാനയുടെ ബോഡിയുടെ ആ ടേബിളിൽ ഇരിപ്പുണ്ട്. അത് കൊല്ലപ്പെട്ട ഫർസാന ഒരു പക്ഷേ ഈ അഫാന്റെ മുറിയാണ് എന്ന് തോന്നുന്നു. കാരണം അഫാന്റെ ഫോട്ടോയൊക്കെ ഈ റൂമിലുണ്ട്. അതോടൊപ്പം തന്നെ ആ ഫർസാന ഉപയോഗിച്ച കൊട ആ കൊട ടേബിളിനോട് ചേർന്നിരിപ്പുണ്ട്. അതുപോലെ തന്നെ വന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഈ ഫർസാന അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും, കാരണം ഇയാളൊരു സൈക്കോ ക്രിമിനൽ തന്നെയാണ്. ഇയാളുടെ ഒരു മാനസിക നില എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള ഒരു മാനസിക നില തന്നെയാണ്. ഇതൊക്കെ വ്യക്തമായിട്ടുള്ള വിശദമായിട്ട് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗ വിദഗ്ധനെ കൊണ്ട് ഇയാളുടെ മാനസിക നില പരിശോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള മാനസിക നിലയുള്ള, ഇയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത് വന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അയാളുടെ ബ്ലഡ് സാമ്പിളുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അയാളുടെ മാനസിക നിലയാണ്. അയാൾ കൊല്ലാൻ അയാളുടെ മനസ്സിനെ പ്രേരിപ്പിച്ച ആ മാനസിക, അയാൾ അതുകൊണ്ട് തന്നെയാണ് അയാൾ ഒരു സീരിയൽ സൈക്കോ കില്ലറാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അല്ലാതെ 65 ലക്ഷം രൂപ കടം, അല്ലെങ്കിൽ അതുപോലെ ഞങ്ങൾ ആത്മഹത്യ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊക്കെ അയാൾ വെറും മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പോലീസുമായിട്ടുള്ള ആ ഒരു പോലീസിനെ തെറ്റായ രീതിയിലേക്ക് ഒരു പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അയാളുടെ ഉപബോധ മനസ്സിൽ തോന്നിയ വെറും
ഒരു ഒരു മെനഞ്ഞെടുത്ത കഥകൾ മാത്രമാണ് ഇതെന്നുള്ളതാണ്. അയാൾ ആ കൊലപാതകങ്ങളിൽ എല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് വേണം ഈ ക്രൂരമായ ഈ കൊലപാതക ദൃശ്യങ്ങൾ കണ്ടവർ മനസ്സിലാക്കാൻ. കാരണം അങ്ങനെയാണ് ആ രീതിയിലുള്ള അയാൾ ആ കൊലപാതകത്തിൽ, അത്തരത്തിലുള്ള കൊലപാതകത്തിൽ ഈ നല്ലൊരു ആനന്ദം അയാൾ ഈ കൊലപാതകത്തിൽ അയാളുടെ മാനസിക നില, വികൃതമായ മാനസിക നില വെച്ച് അയാൾ ആ കൊലപാതകത്തിൽ ഒരു ആനന്ദം കണ്ടെത്തിയിരുന്നു ഈ 5 പേരിലും. അത് തന്നെയാണ് അയാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ കൊലപാതകം നടത്താൻ അയാളെ പ്രേരിപ്പിച്ച ഒരു ഘടകം. കാരണം ഇതിനു മുമ്പുള്ള വിദേശ രാജ്യങ്ങളിലായാലും മറ്റുള്ള രീതിയിലും ഈ കൊലപാതകം നടത്തിയ പ്രതിയുടെ മാനസിക നിലകൾ, അല്ലെങ്കിൽ ഈ സീരിയൽ സൈക്കോ കില്ലർ അല്ലെങ്കിൽ റിപ്പർ ഇതുപോലുള്ള കൊലപാതകം നടത്തിയവരുടെ മാനസിക നില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു മാനസിക നിലയോട് തന്നെ സാമ്യമുള്ളതാണ് ഇയാൾ ഈ അടുത്തിടെ കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാനസിക നിലയും ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശമല്ല അയാളും ഈ മാനസികാവസ്ഥയിലുള്ള ഒരു പ്രതിയാണ് എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. അതോടൊപ്പം തന്നെ അയാൾ കൃത്യമായിട്ട് പണിക്ക് പോകുന്നില്ല ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞെങ്കിൽ അയാൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ കളിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഗെയിമുകൾ, അയാൾ ഏതെല്ലാം തരത്തിലുള്ള വീഡിയോ ഗെയിമുകൾക്കാണ് അഡിക്റ്റ് ആയത് എന്നത് കൂടി വിശദമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഇനിയും അയാൾക്ക് ഇതുപോലുള്ള ഇത്തരം മാനസികാവസ്ഥയുള്ള പ്രതി ഒരുപക്ഷെ ചിലപ്പോൾ ഇനിയും പുറത്തിറങ്ങിയാൽ ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയും കൂടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അയാളെ വ്യക്തമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്കാനിങ്ങിന്, അയാളുടെ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് അയാളെ വിധേയമാക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമാണ് അയാളുടെ മാനസിക നിലയെക്കുറിച്ച്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധമില്ലാത്തൊരു പ്രതിയായി അയാൾ ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളിൽ എന്തെല്ലാം തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സൈക്കോ സീരിയൽ കില്ലർ ആയ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കൊലപാതകം രാവിലെ മുതൽ വൈകിട്ട് വരെ യാതൊരു ഡ്രഗ്സും, മദ്യപാനത്തിൽ അഡിക്റ്റായ ഒരു വ്യക്തിക്കും ചെയ്യാവുന്നതിനപ്പുറം ആണ് അയാൾ ഈ ക്രൂര കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ ഏതെല്ലാം തരത്തിലുള്ള നുണപരിശോധനയ്ക്കോ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഈ സമൂഹത്തിലേക്ക് അയാൾ വീണ്ടും തിരിച്ചു വന്നാൽ അത് സമൂഹത്തിന്റെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അയാളെ കൃത്യമായിട്ട് ഈ സീരിയൽ സൈക്കോ കില്ലർ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അയാളെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്.